സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബെദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചു സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ അവൻ സകലവും വിട്ട് ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിച്ചു. എന്തുകൊണ്ടാണ് ശീമോൻ പത്രോസ് യേശുവിനെ അനുഗമിച്ചത്? തന്റെ ജീവിതത്തിൽ സകലതും അറിയാവുന്ന താൻ നനച്ചിരുന്നു. രാത്രി മുഴുവനും കടലിനോട് മല്ലിട്ട് തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ പ്രയത്നിച്ചു. രാത്രി മുഴുവനും അവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറുമീൻ പോലും അവന്റെ വലയ്ക്കകത്ത് കുരുങ്ങാതെ നിരാശനായി അവൻ മടങ്ങി വന്ന് തന്റെ വല നൂത്തുകൊണ്ട് അവൻ വല്ലാതെ ഭാരപ്പെട്ടു. യോബിന്റെ പുസ്തകം 34:12 വായിച്ചാൽ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവമല്ല, ദൈവം ന്യായം മറിച്ചു കളയുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിന് മഹത്വമുള്ളവരായി മാറും. അവർ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിരിക്കും. ശീമോൻ പത്രോസിനോട് സ്വർഗം പറഞ്ഞു, മോനെ, നിന്റെ പടകിന്റെ വലതുവശത്തേക്ക് നിന്റെ വല വീശു. സ്വത്രം പറഞ്ഞത് ഒരു സാധാരണ വ്യക്തിയല്ല, പറഞ്ഞത് ശീമോനോടാ പറഞ്ഞത്. ശീമോന് പറയാനൊരു മറുപടിയുണ്ട്, ദൈവത്തിന് പറയുവാൻ ഒരു മറുപടിയുണ്ട്. ശീമോൻ പറഞ്ഞത്, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നാഥൻ പറഞ്ഞു, നിന്റെ പടകിന്റെ വലതുവശത്തേക്ക് നിന്റെ വല വീശുക. സ്തോത്രം. ദൈവം പറയുന്ന വാക്ക് കേട്ട് നീ അനുസരിപ്പാൻ തയ്യാറായാൽ നീ അനുഗ്രഹം പ്രാപിക്കും. നീ പറയുന്നത് ദൈവം കേൾക്കും. സർവശക്തനായ കർത്താവ് ശീമോനോട് പറയുക, നീ മീൻ പിടിക്കുന്നവനായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്, മനുഷ്യരെ പിടിക്കുന്നവനായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ഇത് ചെയ്യുക, പിന്നത്തെ അതിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. ഈ നല്ല വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടാകത്തില്ല. സകലതും നിറച്ചു തരാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ നീ സകലത്തിനും സർവത്തിനും മതിയായവനാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നതെന്നും ആരാധിക്കുന്നതെന്നും നിനക്ക് ഉറപ്പുണ്ടാകണം. സ്വത്രം. ആരെല്ലാം നിനക്കെതിരെ മാറി നിന്ന് വെല്ലുവിളിച്ചാലും നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും എന്നെ ശക്തനാക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. എന്റെ ദൈവം മരണത്തെ പാതാളത്തെ ജയിച്ച
വിശ്വസിച്ച് എനിക്ക് വേണ്ടി പിതാവിന്റെ മകയുടെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തതുകൊണ്ട് ഞാൻ കുറഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരും. അവൻ എന്നോട് കൂടെയുണ്ട്. ഒരു ശത്രു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും അവനെ നടുവിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ആവശ്യം അവൻ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും അപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തെ മുറുകെ പിടിക്കൂ കുഞ്ഞെ. നിന്റെ കണ്ണുനീരാനന്ദമാകും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനത്തിനകത്ത് നന്മയുണ്ടാകും. നിന്റെ ശരീരാത്മതകളിൽ രോഗം ബാധിച്ച് എല്ലാ കാലത്തും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നിരാശയോടെ ജീവിതം കഴിച്ചു കൂട്ടുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. നിന്റെ കലവറ ശൂന്യമായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ചോദിക്കുന്നത് ചിന്തിക്കുന്ന നിനക്കുന്നതിനുപരിയായി നിന്റെ തല ഉയർത്തി മാനിപ്പാൻ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വ്യക്തമായി പറയട്ടെ, സ്വന്തമല്ലാത്ത ദേശത്ത് സ്വർഗം നിന്നെ മാനിപ്പാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം നിലവാരത്തിൽ നീ തകർന്നു പോകുമെന്ന് പറഞ്ഞ് പിശാച് വാദിച്ചെഴുന്നേറ്റ് വന്നാലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്ക്, പത്രോസ് വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിക്കാൻ കാരണം തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിവർത്തിക്കപ്പെടും, ദൈവത്തിൽ ആശ്രയിച്ചാലെന്ന് ഉറപ്പായതുകൊണ്ടാ. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു ഉറപ്പില്ല. അതിന്റെ കാരണം സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്വത്രം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പലതും പ്രതികൂലമാണെന്ന് തിരിച്ചറിയണം. ഒരു ദൈവ പൈതല് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാമെന്ന് ആഗ്രഹിക്കരുത്. കാരണം അല്പകാലം നീ സന്തോഷിച്ചാൽ ആ സന്തോഷത്തെ തല്ലിക്കെടുത്തിക്കൊണ്ട് പിശാച് എഴുന്നേറ്റ് വന്ന് നിന്റെ സന്തോഷത്തെ കെടുത്തി കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചോണം. സ്വത്രം വ്യക്തമായി ഞാൻ പറയാം, ഏതെല്ലാം മേഖലയിൽ നിനക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ആ പ്രതികൂലത്തെ അതിജീവിപ്പാൻ സ്വർഗം നിന്നെ ബലപ്പെടുത്തും. ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, നഷ്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് രൂത്തിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചത്. സ്വത്രം ഒന്ന്, തന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെയും വിട്ടേച്ച് അവള് നവോമിയുടെ വീട്ടിൽ തന്റെ മരുമക്കളായിട്ട് വന്നു. സ്വത്രം അധികകാലം കഴിയുന്നതിന് മുമ്പ് സ്വത്രം അവര് വിധവമാരായി. ജീവിതം കൈപ്പേറിയ അനുഭവത്തിലുള്ള നാളുകൾ കഴിഞ്ഞുപോയി. ഇനി ഒരിക്കലും ഉയർച്ച കാണുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് ദാസിയായ നവോമി പറയുക, രക്ഷയില്ല, രക്ഷപ്പെടില്ല, തീർന്നു. എന്നാൽ ജാതീയ പെൺകുട്ടിയായ രൂത്ത് പറയുക, ഇല്ലമ്മച്ചി, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. നീ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. അമ്മച്ചി നിരാശപ്പെടണ്ട, നിന്റെ ദൈവം എന്റെ ദൈവമാ. ഈ നല്ല പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മുഖത്തോട് മുഖം നോക്കി കുറ്റം പറഞ്ഞും പരിഹസിച്ചും ഒറ്റപ്പെടുത്തിയും പിണങ്ങിയും മത്സരിച്ചും നിൽക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ സ്വയം ഒന്ന് താഴ്ത്തിക്കൊടുത്തിട്ട് ചോദിക്കണം, ദൈവമേ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ വഴികളെല്ലാം അടയപ്പെട്ടിരിക്കുന്നു. ശരീരാത്മതയിൽ രോഗത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. നന്മയുടെ ബാധാവുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടു ദൈവമേ എന്ന് ചോദിക്കാൻ ഏത് വ്യക്തി തയ്യാറാകുമോ, സ്വർഗം ആ നിമിഷം നീ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. രൂത്ത് പറയുക, നിന്റെ ദൈവം എന്റെ ദൈവം. സ്വത്രം മനസ്സില്ലാ മനസ്സോടെ ആയിട്ടും
ദൈവത്തിൽ ആശ്രയിച്ചു വന്ന രൂത്തിനെ നോക്കുന്ന നവോമി കൈക്ക് പിടിച്ച് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ബേത്ലഹേമിലേക്ക് കൊണ്ടുപോയി. പത്രം ബേത്ലഹേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ നവോമിയുടെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ പുലർത്തും? ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിന്റെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്ത് നിനക്ക് വേണ്ടി സ്വർഗം ഒരു വാതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലകൾ നീ അനുഭവിച്ച നിന്ദകൾക്കും പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും ഒരു മറുപടി ദൈവത്തിന് തന്നേ പറ്റത്തുള്ളൂ. നിന്റെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും കാണെ നിന്റെ തല ഉയർത്തിയ ദൈവത്തിന് മതിയാകത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് നിരാശപ്പെടലേ. എല്ലാ കഷ്ടങ്ങളുടെ നടുവിൽ നിന്നും നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അവൻ മനസ്സുള്ളവൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ മതി, സ്വർഗം ഉയർത്തും. സ്തോത്രം. നോക്ക്, മോവാബ് ദേശത്തു നിന്ന് ബേത്ലഹേമിലേക്ക് രൂത്തിന്റെ കൈപിടിച്ച് പോകുന്ന ആ രൂത്തിനെ ഒന്ന് കണ്ടു നോക്ക്. നവോമിയുടെ കൈപിടിച്ച് പോകുന്ന രൂത്തിനെ ഒന്ന് കണ്ടു നോക്ക്. എന്ത് പ്രതീക്ഷയാ ഉള്ളത്? സ്തോത്രം. തന്റെ സ്വന്തം ഭവനം ആ മോവാബ് ബേത്ലഹേമിൽ ഉണ്ടോ എന്ന് അമ്മച്ചിക്ക് ഒരു പിടിയില്ല. ഈ ചെറുപ്പക്കാരിയായ പെങ്കൊച്ചിനെ എങ്ങനെ പുലർത്തുമെന്ന് അമ്മച്ചിക്ക് ഒരു കണക്കുകൂട്ടലുമില്ല. എന്നിട്ടും വരാമെന്ന് പറഞ്ഞപ്പം കൈപിടിച്ചുകൊണ്ട് പോകുമ്പോ രൂത്തിനൊരു പ്രതീക്ഷയുണ്ട്. അമ്മച്ചിയുടെ ദൈവം എന്റെ ദൈവമാണ്. പത്രം. ഈ നല്ല പകൽക്കാലം വള്ളവും വലയും വിട്ടുതിരിഞ്ഞ് യേശുവിനെ അനുഗമിപ്പാൻ ഇറങ്ങിത്തിരിച്ച പത്രോസിന് പ്രതീക്ഷയുണ്ട്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ചെറുമീൻ പോലും കിട്ടാതെ വിഷണ്ണനായി നിരാശനായി പടകിനകത്ത് വല നോക്കുമ്പോ യേശു പറഞ്ഞു, പടകിന്റെ വലതുവശത്തേക്ക് വീശാൻ. ഞാൻ വീശിയപ്പോൾ വല കീറുമാറ് മീൻ ലഭിച്ചെങ്കിൽ എനിക്ക് വേണ്ടി സ്വർഗമിറങ്ങും. അതായിരുന്നു രൂത്തിന്റെ പ്രതീക്ഷ. അതായിരിക്കണം സഹോദരങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷ. ഒരു പക്ഷേ അപ്പന്റെ പോക്കറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കണ്ടെന്നു വരത്തില്ല. അമ്മയുടെ മടിത്തട്ടിൽ നീ ആഗ്രഹിക്കുന്ന പോലൊന്നും നിനക്ക് ലഭിച്ചെന്നു വരത്തില്ല. പക്ഷെ നിന്നെ ഒഴിവാക്കിയ സർവശക്തം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. സ്വന്തം ആ കരുതല് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ആരും കാണാത്ത പുത്തൻ വഴികൾ നിനക്കും നിന്റെ സമ്മതിക്കും വേണ്ടി ദൈവം ഒരുക്കും. ഒരു പക്ഷേ തോന്നാം അവരെല്ലാവരും എന്നെ മറന്നു, ഇനി ഒരിക്കൽ പോലും അവരാരും എന്നെ തേടി വരത്തില്ല, ഇവിടം കൊണ്ട് എന്റെ ജീവിതം തീർന്നു പോകും, ഇനി ഒരു പുതിയ പ്രഭാതം എന്റെ മുൻപിൽ ഇല്ല എന്ന് ഒരു പക്ഷെ നിനക്ക് തോന്നാം. കുഞ്ഞെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ രൂത്ത് കണ്ടത് ജീവിക്കുന്ന ദൈവമാട്ട. അത്രം ജീവിക്കുന്ന ദൈവമാട്ട കണ്ടത്. അവൾക്കറിയാം ഞാൻ ഇറങ്ങി തിരിച്ചത് നവോമിയെ കണ്ടോണ്ടല്ല. സ്വത്രം. പിന്നെ ആരെ കണ്ടോണ്ടാ? സ്വത്രം ദൈവത്തെ കണ്ടോണ്ട. നവോമി സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ കണ്ടോണ്ടാ ഞാൻ ഇറങ്ങിയത്. സ്വത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ആ സർവശക്തനായ ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി നൽകും. കുഞ്ഞെ, നമുക്ക് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. നിരാശപ്പെടേണ്ട മോനെ, നീ എന്നെ സേവിപ്പാൻ ഇറങ്ങിയെങ്കിൽ നീ ഒരിക്കലും തോറ്റുപോകത്തില്ല. നീ എന്നെ ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ നീ ആരുടെ മുമ്പിൽ തല കുനിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. വ്യക്തമായി പറയാം. സ്വത്രം. വ്യക്തമായി പറയാം. സ്വത്രം. നോക്ക്, പത്രോസ് യേശുവിനെ അനുഗമിച്ചപ്പോൾ പത്രോസിന് എന്ത് ലഭിച്ചു? എന്ത് ലഭിച്ചു? സഭയുടെ താക്കോൽ അവന് കൈ കൊടുത്തു. എന്നാൽ സഭയുടെ തലതൊട്ടപ്പനായി മാറുവാൻ ഒരു യോഗ്യതമില്ലാത്ത പത്രോസിന് കഴിഞ്ഞെങ്കിൽ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവപൈതലേ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു 10 രൂപ എടുക്കാനില്ലായിരിക്കും, നല്ല ഒരു ആഹാരം കഴിക്കാൻ നിന്റെ ഭവനത്തിനകത്തില്ലായിരിക്കും, നിന്റെ കൂട്ടാളി രോഗശയ്യയിലായിരിക്കും,
നിന്റെ കലവറ ശൂന്യമായിരിക്കും. പക്ഷേ എല്ലാ കാലത്തും ഈ ശൂന്യത ഉണ്ടാകത്തില്ല. എല്ലാ കാലത്തും ദാരിദ്ര്യം നിന്നെ കടന്നു പിടിക്കത്തില്ല. സർവശക്തരായ ദൈവം ഒരു പുതിയ പ്രഭാതം നിനക്ക് തരുന്നത് പോലെ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി നിന്നെ ഉയർത്തുവാൻ മനസ്സുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്ഥലം നിൽക്കാൻ ശ്രമിക്ക്. രൂത്ത് കണ്ടത് നന്മയല്ല, ദൈവത്തിന്റെ മഹത്വമാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസ് കണ്ട ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നീ കാണണം. അപ്പൻ എന്നെ മറന്നാലും അമ്മ എന്നെ മറന്നാലും കൂടപ്പിറപ്പുകൾ എന്നെ കൈവിട്ടാലും ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ കൈവിടത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ശുഭഭാവി ഞാൻ പ്രാപിക്കും. എന്റെ ജീവിതത്തിലെ ശൂന്യത മാറും. ഞാനൊരു നിറവിന്റെ അനുഭവത്തിലേക്ക് വരുന്ന കാലമധികം വിദൂരമല്ല. എന്നെ ശക്തനാക്കുന്ന എന്റെ കർത്താവ് മൂലം ഞാൻ സകലത്തിലും മതിയായവനാ. മതിയാവണമെന്ന് പറഞ്ഞ മഹത്വം ദൈവത്തിന് കൊടുക്കും. സ്തോത്രം. നോക്ക്, രൂത്തിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വന്നെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നില്ല. അവന്റെ ഒഴിഞ്ഞ പടകിനകത്ത് നിറച്ച് മീൻ വന്നപ്പോ ചുറ്റുവട്ടമുള്ളവരെ കൂടെ വിളിച്ചു കയറ്റിയാണ് അവൻ ആ മീനിനെ വിഭാഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പടക് നിറച്ചത് പത്രോസ് അല്ല, അവനെ വിളിച്ച ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറ്റി നിറയ്ക്കുവാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും കുഞ്ഞ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ഇത്രയും കാലം നീ ദൈവത്തെ ആരാധിക്കാൻ പോയില്ലേ? ഇത്രയും കാലം നീ ഹല്ലേലൂയ പാടിയില്ലേ? ഇത്രയും കാലം നീ തുള്ളിയില്ലേ? എന്നിട്ട് എന്തേ നിന്നിൽ ഞാനൊരു ദൈവമഹത്വം കണ്ടില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ കണ്ണു നിറയെ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണിച്ചില്ലേ? സ്വത്രം. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കണം. വ്യക്തമായി പറയാം, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടയുമ്പോഴും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ഓപ്പണാക്കി തരും. ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയാം, ഇസ്രായേൽ നാട് മുഴുവനും ഒരു നിലവിളി ഉയർന്നു. എന്താ? യഹൂദ ജനത്തെ മുഴുവനും കൊന്നുകുടിച്ച് സ്വത്രം രാജ്യത്ത് ദൈവത്തിന്റെ നാമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അഹശ്വേരോശ് രാജാവ് ഒരു നിയമം പുറപ്പെടുവിച്ചു. സ്വത്രം. മൊർദെഖായി അത് കണ്ടിട്ട് മൗനമായിരുന്നില്ല. എസ്തേറിന്റെ പുസ്തകം പഠിച്ചവിടെ കാണാൻ കഴിയും, നെടുമ്പാട് വീണു. സ്വത്രം. സഹോദരങ്ങളെ, കാറ്റ് മന്ത്രമായി ഊതുമ്പം നമുക്ക് തോന്നും കാര്യം സാധിച്ചു പോയിന്ന്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു കൊടുങ്കാറ്റുണ്ട്. അത് നിന്റെ പടക് തകർക്കും. അത് തകരാതെ ഇരിക്കണം. നിന്റെ പടകിനകത്ത് നല്ല നാഥനായ അമരക്കാരനുണ്ടാവണം. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഹാമാൻ സകലത്തിനെ കൊന്നുമുടിക്കും എന്ന് മനസ്സിലായപ്പോൾ നെടുമ്പാട് വീണ മൊർദെഖായിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിലെത്തിയെങ്കിൽ സ്വത്രം നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവുണ്ടല്ലോ, നിന്റെ കണ്ണുനീരിന് മറികടന്ന് പോകത്തില്ലെന്ന് നിന്റെ പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്കുക. നീ ആരാധിക്കുന്നത് കണ്ണ് കാണാൻ വയ്യാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത, സംസാരിപ്പാൻ കഴിയാത്ത ഊമ വിഗ്രഹത്തെ അല്ല, ജീവിക്കുന്ന ദൈവത്തെയാ. ആ ദൈവം നിന്റെ കഷ്ടങ്ങളിൽ അടുത്ത തുണയായിരിക്കും. നിന്റെ കണ്ണുനീർ ആശ്വാസമായി തീരും. നിന്റെ രോഗത്തിന് സൗഖ്യദായകനായി നിന്റെ അടുക്കൽ വരും. നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മറുപടിയുമായി സ്വർഗീയ കലവറ തുറന്ന് നിന്നെ നിറയ്ക്കും. വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം നീ കർത്താവിനെ പിൻപറ്റൂലേ? പത്രോസിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവെ, ചെറുപ്പകാലം മുതൽ ഈ കടലിന്റെ സകല ആഴവും ഏതൊക്കെ മേഖലയുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞവനെ ഞാൻ ജനിച്ച് വീണത് ഈ വെള്ളത്തിലാ. ഞാൻ ജീവിച്ചത് മൊത്തം ഈ കടലിലാ. ആ എന്നോടാണോ നീ പറയുന്നത്? രാത്രി മുഴുവൻ മാറി മാറി വല വീശിയിട്ടും ഒരു ചെറുമീൻ പോലും കിട്ടാതെ ഞാൻ പടകടിപ്പിച്ച് കരക്കെത്തിച്ചപ്പം
എന്നോട് നീ പറയാ പടയിന്റെ വലതുവശത്തേക്ക് വീശാൻ. എന്തിനാ കർത്താവെ മോഹിപ്പിക്കുന്നത്? എന്തിനാ കർത്താവെ ആശിപ്പിക്കുന്നത്? പത്രോസ് പറഞ്ഞോ? എന്താ പറയാഞ്ഞത്? ഈ പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മാത്രം ഇന്ന് പകല് ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോ എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ ബുദ്ധിക്കകത്തുനിന്ന് ഞാൻ എഴുതി വെച്ചതല്ല, സർവശക്തനായ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞ വചനമാ ഈ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വചനത്തിന് ജീവനുണ്ട് സഹോദരങ്ങളെ. അത് ജീവനോടെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് എന്നോട് ദൈവം പറയുന്ന ദൂത, ഇത് എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വചനമാ, ഇത് എന്റെ ജീവനാന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമേൻ പറയണം. അങ്ങനെയെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. എന്റെ പൊന്നു പാസ്റ്ററേ, അപ്പനുണ്ടായിരുന്ന അപ്പൻ തള്ളി, അമ്മയുണ്ടായിരുന്ന അമ്മ തള്ളി, കൂടപ്പുറപ്പുകളും കളഞ്ഞു, കൂടെ നിൽക്കുന്ന ഭാര്യയും വിട്ടു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറ്റം പറയാനാ അവരെല്ലാം നാവ് ചലിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പാസ്റ്ററെ മുന്നോട്ട് പോകുന്നത്? ഈ നല്ല പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാസ്റ്റർ പറയുന്നല്ല കേൾക്കേണ്ടത്, ഭാര്യ പറയുന്നല്ല, ഭർത്താവ് പറയുന്നല്ല, മക്കള് പറയുന്നല്ല കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് ആമേൻ പറയാൻ നീ തയ്യാറായാ മതി. അവരുടെ മുമ്പിൽ നിന്റെ തല ഉയരും. യോസേഫ് ഒരിക്കലും ഉയരത്തില്ലെന്നാ പറയുന്നത്. അവന്റെ പേര് പോലും മറന്നുപോയി. നീ ചേട്ടന്മാര് പറഞ്ഞെന്തോ, നീ രാജാവാകുന്ന ഞങ്ങളൊന്ന് കാണട്ടെ. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഒരിക്കലും തന്റെ കണ്ണിന് മുമ്പിൽ യോസേഫ് രാജാവാകുന്നത് സ്വപ്നം പോലും ചിന്തിക്കാൻ കഴിയാത്തവർ യോസേഫിന്റെ മുമ്പിൽ ദർശനം പോലെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച കൂടപ്പുറപ്പുകൾ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച അപ്പൻ കണ്ടത് തന്റെ മകനയച്ച രഥങ്ങളും കുതിരകളുമാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി, മീനില്ലാത്ത സ്ഥലത്ത് മീനിനെ ഉരുവാക്കി, പത്രോസിന്റെ കണ്ണുനീർ തുടച്ച സ്വർഗത്തിലെ ദൈവം എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ രൂത്തിന് വേണ്ടി ഒരു ബോവസിന്റെ വയലൊരുക്കിയ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി നീ പോലും അറിയാത്ത പുതിയ വഴികൾ ഒരുക്കി വെച്ചോണ്ട് തിരിച്ചറിഞ്ഞിട്ട് അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നെ ശക്തനാക്കുന്ന എന്റെ കർത്താവ് മൂലം ഞാൻ സകലത്തിലും മതിയായവനാ. ഇന്നെന്റെ കുഞ്ഞൻ കഷ്ടത്തിലായിരിക്കും, നിന്റെ കൂട്ടാളി നഷ്ടത്തിലായിരിക്കും, എന്റെ കുടുംബത്തിനകത്ത് ശൂന്യതയായിരിക്കും. പക്ഷേ അതിനെ മാറ്റി നിറയ്ക്കുന്ന എന്റെ ദൈവം എന്നെ നിറയ്ക്കും. ഞാൻ ആ മഹത്വം കാണും. ഞാൻ എന്റെ ദൈവത്തോടുകൂടെ വസിക്കും. അവൻ ഒഴികെ എനിക്ക് നന്മയെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്കും. നമുക്ക് നമ്മുടെ ബുദ്ധിക്കകത്ത് പലപ്പോഴും ഇതൊന്നും നിറയത്തില്ല. അതിന് കാരണം നമ്മുടെയൊക്കെ മനസ്സ് വളരെ ചെറുതാ. നമുക്ക് വിശാലമായി കാണാൻ ഒന്നുമില്ല. അങ്ങനെ കണ്ടാൽ പോലും നമുക്കത് നേടാൻ കഴിയത്തില്ല. സ്വന്തം സഹോദരങ്ങളെ, ലോകപരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്വന്തം ഒരു കേവലം സിനിമാ നടനായിരുന്ന വിജയ് തന്റെ ജീവിതത്തിൽ താനൊരു ദർശനം കണ്ടു. എന്ന് പറഞ്ഞാൽ താനൊരു വിഷൻ രൂപാന്തരപ്പെടുത്തി. തന്റെ വിഷൻ ലോകത്തോട് താൻ വിളിച്ചു പറഞ്ഞു. ലോകം അതെല്ലാം ഏറ്റെടുത്തു. പക്ഷെ ഒരിക്കൽ പോലും ലോകം ചിന്തിച്ചില്ല ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി വിജയ് വരുന്നത്. അവസാന നിമിഷത്തിൽ പോലും അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ദൈവമക്കൾ ഉണ്ടായിരുന്നു. അവൻ പോയിരുന്നു പ്രാർത്ഥിച്ച പള്ളിയിൽ ഉപദേശി അവനോട് പറഞ്ഞു, നീ ഇവിടുത്തെ മന്ത്രിയാവുമെന്ന്. അവൻ വിശ്വസിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം അവനെ കൊണ്ടുപോയി. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. പക്ഷെ നാം സേവിക്കുന്ന ദൈവത്തിന് പലതും കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, താണവനെ ഞാൻ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഒരു പക്ഷേ അപ്പൻ
നിന്റെ കൂടെ നിന്ന് കൈയടിക്കാൻ കാണത്തില്ല. അമ്മ നിന്റെ കൂടെ നിന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കാണത്തില്ല. സ്നേഹിതർ പലരും നിന്റെ കുറ്റം പറഞ്ഞ് അകന്നു പോകും. പക്ഷേ അതിന്റെ മധ്യത്തിൽ നീ മനുഷ്യൽ ആശ്രയം വെക്കാതെ ദൈവത്തിന്റെ സന്നിധി നിന്നെ താഴ്ത്തി കൊടുക്ക്. ദൈവം ഉയർത്തും. ലോകത്തിലെ പല കാര്യങ്ങള് നമ്മൾ പഠിക്കണം. സ്വത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് പറഞ്ഞെങ്കിൽ സ്വത്രം ഇല്ലാത്തടുത്ത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തന്റെ മക്കളെ കണ്ണുനീർ തുടയ്ക്കുവാൻ സ്വർഗം പദ്ധതി ഒരുക്കുന്നെങ്കിൽ മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, നീ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ മഹത്വം കാണാനാണെങ്കിൽ ഒരു കളങ്കവുമില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവം എനിക്ക് തരുമെന്നുള്ള കണ്ടുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവത്തിന്റെ മഹത്വം നീ കാണും. ഈ പിശാചിന്റെ പരിപാടി എന്തോന്ന് അറിയാമോ? നീ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ദൈവം തരരുത്. നീ കാണുന്നത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറച്ചു കളയണം. സ്വന്തം നീ പോകുന്ന ഇടത്ത് ഒരിക്കലും നീ സന്തോഷിക്കരുത്. അതാ പിശാചിന്റെ പരിപാടി. കാരണം നിന്നോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ആ അനുഗ്രഹത്തെ മൊത്തം ബ്ലോക്ക് ചെയ്താൽ നീ ദൈവത്തെ തള്ളിപ്പറയും. അതിനുവേണ്ടിയാണ് അവൻ പദ്ധതി ഒരുക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. പിശാച് ഈ മണ്ടനാ. പിശാച് മണ്ടനാ. അവനൊരു സ്വഭാവമുണ്ട്. ഈ നമ്മൾ ഈ അരണയുടെ കാര്യം പറയുമല്ലോ, അരണ വാലിരിക്കുന്നിടത്ത് അല്ല തലയിരിക്കുന്നിടത്ത് വാല് ചെല്ലുമ്പോൾ മറന്നു പോകുന്നു പറയുന്ന പോലെ ഈ പിശാചിന് ഒരു പരിപാടിയുണ്ട്. നീ നന്നായി ശോഭിച്ചു നിൽക്കുമ്പോൾ നിന്നെ കയറി പിടിക്കും. അപ്പൊ നീ ഒന്ന് തളരും. അപ്പൊ നിന്നെ കൊണ്ട് ചെന്ന് ആ കുഴി തള്ളിയിടാൻ കൊണ്ട് നിർത്തുമ്പോഴാണ് കൊടുക്കുന്നത്. ഏട്ടാ എന്നെക്കാൾ വലിയ ഇരുന്നുകൊണ്ട് അവിടെ വീണ്ടും പ്രസംഗിക്കും. അവനെ കൂടെ പിടിച്ചോണ്ട് അവനിവിടെ നിൽക്കട്ടെ. അപ്പൊ യവനെ നശിപ്പിച്ചപ്പോ കണ്ട അതിനേക്കാൾ വലിയ ഒരുത്തിന് അപ്പുറത്ത് പ്രസംഗിക്കുന്നത്. എന്നാ അവനെ കൂടി കൊണ്ടുവരാം, എന്നിട്ട് ഒരുമിച്ച് തള്ളിയിടാം. പത്രം ഇതാ പിശാചി എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിയില്ല. സ്വത്രം അവന് തിരിച്ചറിവില്ല, ബോധമില്ല. കാരണം അവന്റെ തല ചതഞ്ഞതാ. നീയോ? സ്വത്രം ഈ ചതഞ്ഞ പിശാചിനെയാണോ ഭയപ്പെടുന്നത്? ജീവിക്കുന്ന ദൈവത്തെയാണോ? സ്വത്രം കാൽവരി ക്രൂശിൽ അവന്റെ തല ചതച്ചത് നിന്നെ അവൻ തകർക്കാതിരിക്കാൻ. സ്വത്രം കാൽവരി ക്രൂശിൽ പിശാചിന്റെ തല സ്വർഗം തകർത്തത് നിന്നെ തകർക്കാതിരിക്കാനാ. ആ നീ സ്വത്രം തല ഉയർത്തി നിന്നിട്ട് ചതഞ്ഞ പിശാചിനെ നോക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തെ അല്ല. സ്വത്രം ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞുനാളില് ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു കാവുണ്ടായിരുന്നു. അവിടെ നല്ല പൂജയൊക്കെ നടത്തി അവിടെ നല്ല ഒരു പിന്നെ കൂട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പം അവരാ ക്ഷേത്രം പണിയാനായിട്ട് തീരുമാനിച്ചു. ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചപ്പോ സ്വത്രം ഈ പ്രശ്നം വെച്ച് നോക്കുന്ന ഈ പരിപാടിയുണ്ട്. അത് പണിയണമെങ്കിൽ അതിന് പ്രശ്നം വെച്ച് നോക്കും. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പം ആ പ്രശ്നാരി പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, ഇവിടെ ഈ ദൈവത്തിന്റെ സാന്നിധ്യമില്ല. അപ്പം ഈ പ്രശ്നം വെക്കുന്നവർ ചോദിച്ചു, അതെന്താ കാര്യം? ഇത്രയും കാലം ഞങ്ങളുടെ പൂജ നടത്തി ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഇത് പണിയാൻ തുടങ്ങിയപ്പോ എന്താ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത? പറഞ്ഞു, ഇവിടെ ആരോ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പ്രാർത്ഥന കാരണം നമ്മുടെ ദൈവത്തിനോട് ഇരിക്കാൻ ഒക്കാതെ വന്ന് അങ്ങനെ ആ മലയിൽ പോയി ഇരിക്കുക. ഇനി അവിടുന്ന് പ്രാർത്ഥിച്ച് ഇഞ്ഞു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളെ ഇവിടെ നിന്ന് ഓടിക്കണം. സ്വന്തം ആരെ? പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാരെ ഓടിക്കണം. പിശാച് പ്ലാനിട്ടു. സ്വന്തം ഓടിക്കാൻ തീരുമാനിച്ചു. അവൻ ഓടിയോ? ഇല്ല. അവസാനം ഈ ശാസികളെല്ലാം കൂടെ ചേർന്ന് ഒരു സമ്മേളനം വിളിച്ചു. സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ്, നമ്മളെ ഇരുത്താതെ നമ്മൾ ചെന്നിരിക്കുന്നിടത്ത് നല്ല നമ്മളെ ഓടിക്കുന്ന ഇവരെ തറക്കണം. അപ്പം പലരും പല തീരുമാനങ്ങൾ പറഞ്ഞിട്ടൊന്നും ആർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ മൂത്ത പിയായി ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ ഒരുത്തനിരുന്ന് ഉറങ്ങുന്നുണ്ട്.
അപ്പൊ ഈ മൂത്ത പിശാചിയാട്ടം ചെന്നിട്ട് അവന്റെ തലയെ തട്ടിയിട്ട് വെച്ചു, നീ ഇരുന്ന് ഉറങ്ങുന്ന, ഇത്രയും കിടന്ന് ചൂട് പിടിച്ച് ചിന്തിക്കുമ്പോ നീ ഇരുന്ന് ഉറങ്ങുന്ന എന്തുവാ? ഞാൻ ആലോചിക്കുകയായിരുന്നു അവരെ എങ്ങനെ തകർക്കാം. ആരെ? ഈ പ്രാർത്ഥിക്കുന്ന ഈ അല്ലേരിയ പറഞ്ഞ പെന്തുക്കോസാരെ എങ്ങനെ തകർത്താം. എന്നിട്ട് നീ ആലോചിച്ചിട്ടോ കിട്ടിയോ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഐഡിയ പറയാം. ഇവർക്ക് ഇല്ലാത്തതെന്തോ അത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവര് ദൈവത്തെ തള്ളിപ്പോകും. നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, എന്റെ കഷ്ടം മാറണം, എന്റെ കണ്ണുനീര് മാറണം, എന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണം, എന്റെ കുഞ്ഞുങ്ങൾ ഉയരങ്ങളിലെത്തണം, എന്റെ വീടിനകത്ത് പട്ടിണി ഉണ്ടാകണം. ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വത്രം. അപ്പം ഈ മൂത്ത പിയായി മനസ്സിലായി ഇതൊരു നല്ല പരിപാടിയാണ്, എന്നിട്ട് അത് വെച്ചിട്ട് കളിക്കാം. പറഞ്ഞു പോരാ, ഇവന്റെ ദൈവമേ നിനക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്നവനാ. അതുകൊണ്ട് ഇതെല്ലാം അവര് കൊടുത്തിട്ട് അവൻ ആരെത്തിച്ചെന്ന അവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവന് ഉറക്കണം. പത്രം ഉപദേശി യേശുവിനാവിൽ പോ പിശാച് എന്ന് പറയുമ്പോൾ നീ ആമേൻ പറഞ്ഞ പിശാച് പോകും. ഹല്ലേലൂയ പറയാൻ പറഞ്ഞ നീ ഹല്ലേലൂയ പറയും, പിശാച് കണ്ടം വഴി ഓടും. കരമടിച്ച് ആത്മാവിൽ ആരാധിച്ച അവന്റെ പുട്ടുപണി നടക്കത്തില്ല. പണം മാത്രം കൊടുത്താൽ പോരാ, ഇവനെ ഉറക്കണം. അത് നമുക്ക് AC വെക്കാം, ഒരു നല്ല ഫാൻ ഇട്ട് കൊടുക്കാം, പിന്നെ നല്ല സൗണ്ട് പ്രൂഫ് ആക്കാം. എല്ലാം ചെയ്തു. ഇപ്പം അകത്തുനിന്ന് നടക്കുന്ന പുറത്തും അറിയത്തില്ല, പുറത്തുനിന്ന് നടക്കുന്ന അകത്തും അറിയത്തില്ല. അകത്തിരുന്ന് പഴുത്ത് പഴുത്ത് വീർത്തിപ്പ് എല്ലാം രോഗികളായി മാറും. സ്വത്രം. ശരിയാണോ ഞാൻ പറയുന്നത്? ഇപ്പം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത എത്ര വിശ്വാസിയാ ഉള്ളത്? പിശാച് ജയിച്ചോ? സ്വത്രം. ഇനി പകല് എവിടെല്ലാം നടന്ന് എന്തെല്ലാം കാണിച്ചാലും ആലയത്തിൽ വന്നായിരുന്നു ഓർമ്മ. പണത്തിന് കുറവുണ്ടോ? വണ്ടിക്ക് കുറവുണ്ടോ? വീടിന് കുറവുണ്ടോ? എല്ലാം കിട്ടി. പിശാച് എല്ലാം കൊടുത്തു. നമ്മളെന്താ പറയും? ദൈവം തന്നു. കുഞ്ഞുങ്ങളെ ദൈവം തന്നാ നീ ഉറങ്ങത്തില്ല. കാരണം തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവം തന്നാ നീ അടങ്ങിയിരിക്കത്തില്ല, നീ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. ദൈവം തന്ന എന്നും കുറവുണ്ടാവത്തില്ല, നീ ഒരു രോഗിയായി കിടക്കത്തില്ല, നീ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കും. രോഗം വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രോഗം വരും, പക്ഷെ അതിനെല്ലാം മറന്നു നീ ദൈവത്തെ ആരാധിക്കും. നീ ദൈവത്തെ ആരാധിച്ചാൽ ഒരു പിശാചും നിന്നെ അടിമയാക്കത്തില്ല. നീ അവന്റെ ഉടമയായി അവന്റെ തലേ ചവിട്ടുന്ന ദൈവത്തെ ആരാധിക്കും. നല്ലൊരു ഐഡിയ. അങ്ങനെ ആ ഐഡിയ കൊണ്ടുവന്ന് എവിടെയാക്കി? ആലയത്തിനകത്താക്കി. അതോടെ ദൈവീയമായ ആരാധന നഷ്ടപ്പെട്ടു. ഇപ്പം എന്തുവാ ആരാധന? ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അഭിഷേകം ഇറങ്ങുന്ന ഇപ്പം അന്യഭാഷ. ഇത് പിശാച് നിന്നെ കെട്ടിയ കെട്ടിനകത്ത് വരുന്ന അന്യഭാഷ അഭിഷേകം. ഇത് പിശാച് നിന്നെ കൊണ്ട് പറയുന്ന ഉപദേശിക്കും. 12 ആകുമ്പോഴത്തേക്ക് ക്ലോക്കിൽ നോക്കും, വാച്ചിൽ നോക്കും. വിശ്വാസി അവിടെ നിന്ന് ബൈബിളിന്റെ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. കാരണം ഷുഗർ ഇപ്പൊ കൂടും, പ്രഷർ ഇപ്പൊ കൂടും. ഗുളിക കഴിച്ചില്ലെങ്കിൽ വറച്ച് താഴെ വീഴും. ഉപദേശിക്ക് എങ്ങനെങ്കിലും 12 ആയാൽ മതി. ഉപദേശം നോക്കിയിരിക്കും. അതിന് മുമ്പ് സ്വോത്രാഴ്ച എടുക്കും. അതിനു വേണ്ടിയാണ് ഇപ്പൊ ആരാധന മൊത്തം. ഇത് കിട്ടണം. ഇത് കിട്ടിയിട്ട് ഉപദേശി എന്ത് പ്രയോജനം? നിന്റെ മക്കളിൽ ഒരെണ്ണം നേരെ നിൽക്കുന്നുണ്ടോ? നിന്റെ മക്കളിൽ ഒരെണ്ണം ദൈവത്തെ വിളിക്കുന്നുണ്ടോ? സ്വത്രം. പിശാചിക്ക് കെണിക്കകത്ത് വീണില്ലേ ദൈവത്തിലെ? സ്വത്രം. ആരാധന നഷ്ടപ്പെട്ടില്ല ദൈവത്തിലെ? അഭിഷേകം നഷ്ടപ്പെട്ടില്ല ദൈവത്തിലെ? ആലയത്തിനകത്തിരിക്കുന്ന പലതും ഭൂതം ബാധിച്ചതല്ലേ? പാവപ്പെട്ട ഏതെങ്കിലും ഉപദേശിമാരുണ്ടെങ്കിൽ അവർക്ക് പോകണം. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാഗ്യം ചെയ്തവരല്ലേ? സ്വത്രം. ഞാൻ എന്തിനാ പറയുന്നറിയാമോ? നിന്റെ അഭിഷേകത്തെ
നിന്നിലുള്ള ദൈവകൃപയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദേശത്തിന് മുമ്പിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചിരിക്കുമ്പോൾ ദൈവ പൈതലെ സകലതും വിട്ടിറങ്ങിയ പത്രോസ് ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ രൂത്ത് ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, സകലതും നീ തന്നതാ ദൈവം എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തിൽ നിന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം പറയാ, പിശാച് ഇടം കൊടുക്കല്ലേ. നന്മ സ്വർഗം തരും, ആരോഗ്യം സ്വർഗം തരും, ഭവനം സ്വർഗം തരും, അതിനകത്ത് സന്തോഷത്തിന്റെ വസിപ്പുള്ള കൃപയും ദൈവം നിനക്ക് തരും. അതുകൊണ്ട് ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട് പിശാചിന് അടിമയായി ലോകത്തിന്റെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ ദൈവത്തിലേക്ക് നോക്ക്. ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ട് അതനുസരിച്ച് ദൈവത്തോട് കൂടുതൽ വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് സ്വർഗം നിന്നെ കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവൻ ജയിക്കുന്നത് നമ്മൾ ഇടം കൊടുക്കുന്നതുകൊണ്ട്. സ്വത്രം പിശാച് നിന്നെ വാഴുന്നത് നമ്മൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ കൈകൊണ്ട് അതൊരു ഫലം സ്വത്രം തിന്നണോ? അത് തിന്നാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മടി കൂടാതെ സന്തോഷത്തോടെ വെട്ടി തിന്നിട്ട് മഹത്വം ദൈവത്തോട്. ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല. ഉടഞ്ഞും തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞു വിലപിച്ച് നടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ താഴ്ത്തിക്കൊടുക്ക്. കർത്താവേ, പണിതെടുക്കുവാൻ അങ്ങേക്ക് കഴിയും. ഈ ഉടഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ അങ്ങേക്ക് കഴിയും. നീ ഒഴികെ ഒരു നന്മയുമില്ലെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്വത്രം സകലതും വിട്ട് പിരിഞ്ഞ് ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് തന്റെ ഉപജീവന മാർഗമായ പടകും വലയും വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം കൂടെ പറയട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്ന ദൈവ പൈതലേ, നിന്റെ ദൈവം മറന്നു കളയത്തില്ല. നിന്റെ കണ്ണുനീരിന് മറികടന്ന് പോകത്തില്ല. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീ കാണുന്ന ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും കുറ്റം പറഞ്ഞവരും നീ ഒരിക്കൽ ഉയരത്തിലേക്ക് പറഞ്ഞവരും നിന്റെ ഉയർച്ചവന്റെ അത്ഭുതം കൂടും. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് അവർ അവരുടെ വായ കൊണ്ട് പറയും. അങ്ങനെ ഒരു കാലത്തിനായിട്ടാ ദൈവം നിന്നെ ശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ പ്രാപിക്കുമെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അപ്പന്റെ മുതലല്ല, അമ്മയുടെ ഓഹരിയല്ല, നിന്റെ കൈകളുടെ അധ്വാന ഫലത്താ നീ നേടും. അത് പറയുമ്പോ ഒരു സങ്കടമില്ലേ? സ്വത്രം അത് പറയുമ്പോ ഒരു സങ്കടമില്ലേ? സങ്കടപ്പെടണ്ട. അപ്പന്റെ വീതം അപ്പനുള്ളത്, അമ്മയുടെ വീതം അമ്മയ്ക്കുള്ളത്, നിന്റെ അവകാശം സ്വർഗത്തിലുള്ളത്. സ്വത്രം എന്ത്? അപ്പന്റെ വീതം അപ്പനുള്ളത്, അമ്മയുടെ വീതം അമ്മയ്ക്കുള്ളത്, നിന്റെ അവകാശം സ്വർഗത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ അപ്പൻ നിന്റെ കൂടെ നിന്നാൽ അപ്പന്റെ നന്മ വരും, അമ്മയുടെ നന്മ വരും. രണ്ടും കൂടെ മൂന്നായി നിന്റെ കാര്യത്തിൽ കിട്ടും. അപ്പന്റെ ഒരംശം, അമ്മയുടെ ഒരംശം, നിനക്ക് ദൈവം തന്ന അംശം. ഹല്ലേലൂയ പറയാമോ? വേണ്ടേ നമുക്ക്? അതോ അപ്പന്റെ വാങ്ങിച്ച് തിന്നോണ്ടിരിക്കാമോ? അമ്മയുടെ വീതം വാങ്ങിച്ച് തിന്നോണ്ടിരിക്കാമോ? അല്ല കുഞ്ഞെ, നിന്റെ അവകാശം അത് സ്വർഗത്തിന് ദൈവം തരും. അതിന് കൂടെ കൂട്ടാനാ ഇതും കൂടെ തരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? കർത്താവ് പറയുന്നത് കേൾക്കണം. മുമ്പിൽ ശൂന്യതയായിരിക്കും, പ്രതീക്ഷകളൊന്നും ഇല്ലായിരിക്കും. പക്ഷേ കർത്താവ് പറയുക, അവിടെ ഉണ്ടടാ മക്കളെ നിന്റെ അവകാശം. സ്വന്തം അവിടെ ഉണ്ടടി മക്കളെ നിന്റെ അവകാശം. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹത്തെ കണ്ടോണ്ട് പറയും, കണ്ടോണ്ട് പറയും. അമ്മ നമ്മളെന്ത് ചെയ്യും? അമ്മ നമ്മളെന്ത് ചെയ്യും? അപ്പ നമ്മളെന്ത് ചെയ്യും? മക്കളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് ചില ചെയ്യാൻ. മാതാവേ, അങ്ങനെ വേണം മക്കളോട് പറയുവാൻ, അങ്ങനെ വേണം മക്കളോട് പറയാൻ. നമ്മൾ സേവിക്കുന്ന ദൈവം മക്കളെ നമ്മൾ അനുഗ്രഹിക്കുന്നു പറയണം. വഴിയൊന്നുമില്ല മുമ്പിൽ, പക്ഷെ നീ പറയുന്ന വാക്കുണ്ടല്ലോ, അത് കേട്ട് പിശാച് പേടിക്കും. ഒറ്റ കാര്യം പറയട്ടെ, ഇയ്യോബിന് സകലതും നഷ്ടപ്പെടുത്തിയപ്പോ പിശാച് വിചാരിച്ചെന്തെന്നറിയാമോ? ഇപ്പൊ അവൻ തള്ളി പറയും.
പക്ഷെ യോബ് എന്താ പറഞ്ഞു? യഹോവ തന്നു, യഹോവ എടുത്തു. സ്വത്രം യഹോവ തന്നതായത്. മാതാവേ, നിന്റെ കുഞ്ഞില്ല എന്ന് പറയുമ്പോ, പിതാവേ നിന്റെ കുഞ്ഞിനെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുമ്പം, മക്കളെ നമുക്ക് കഴിയത്തില്ല, പക്ഷെ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. മക്കളെ ജയിക്കും. മക്കള് നന്മ കാണും. മക്കൾക്കൊരു നല്ല ജീവിതം ദൈവം തരും. മക്കളെ ആ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരിക്കണം. ബുക്കില്ല, പുസ്തകമില്ല, വസ്ത്രമില്ല, നല്ല ആഹാരമില്ല, കരയണ്ട, തരാൻ കർത്താവിന് കഴിയും. സ്വന്തം നല്ലൊരു ഭവനമില്ല, ഉള്ളതൊരു ചെറിയ ഭവനമാ, തരാൻ ദൈവത്തിന് കഴിയും. സ്വന്തം നല്ലൊരു വാഹനമില്ല, തരാൻ ദൈവത്തിന് കഴിയും. സ്വന്തം ദൈവത്തെ മുറുകെ പിടിക്ക്. സകലതും വിട്ടുതിരിഞ്ഞ പത്രോസ് കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ, നീ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വമാണ്. അത് വെച്ചുകൊണ്ട് ആ കർത്താവ് നിന്നെ വിളിച്ചത്, വാ മക്കളെ. അങ്ങനെ നമുക്ക് ആ കർത്താവിനെ അനുഗമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പത്രോസേ, നിന്റെ പടകിന്റെ വലതുവശത്തുണ്ടടാ നിനക്ക് അർഹതപ്പെട്ടത്. കുഞ്ഞെ, നിന്റെ മുൻപിലുണ്ട് കുഞ്ഞെ നിനക്ക് അർഹതപ്പെട്ടത്. മാതാവേ, നിന്റെ കണ്ണിന്റെ മുൻപിലുണ്ട് നീ ആഗ്രഹിച്ചത്. അത് കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. ദൈവമഹത്വം നീ കാണും. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ നല്ല പകൽക്കാലം